മറ്റൊരു ശബ്ദത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ വലങ്കൈ വരണ്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. വലങ്കൈ വരണ്ട് നോക്കി, യേശുവിന്റെ എല്ലാ മൂവുകളും എല്ലാ നടപ്പും യേശു ചെയ്തതും പ്രവർത്തിച്ചതും ഒറ്റ ലക്ഷ്യത്തോടെയാണ്. ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ ആ വാഴ്ചയെ, ദൈവരാജ്യത്തെ, യേശുവിന്റെ ആദ്യത്തെ പ്രസംഗം മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മൾ വായിക്കാം. യോഹന്നാൻ സ്നാപകൻ തടവറയിലായപ്പോൾ യേശു വെളിപ്പെടുക, ഒരു ശബ്ദം അടങ്ങിയപ്പോൾ അതിനെ പിടിച്ചെടുക്കാൻ നോക്കിയപ്പോൾ യേശു അതിഗാംഭീര്യത്തോടെ സ്വത്രം തന്റെ ശബ്ദം മുഴക്കുകയാണ്. പിതാവാം ദൈവത്തിന്റെ സ്വപ്നം, ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാനിനെ ഭൂമിയിൽ യേശു മുഴക്കുകയാണ്. ദൈവരാജ്യം സമീപിച്ചു. ദൈവത്തിന്റെ ഭരണം, സ്വർഗത്തിന്റെ ഭരണം, സ്വർഗത്തിന്റെ സംസ്കാരം സകലത്തെയും കീഴടക്കാൻ പോകുകയാണ്. സകല അനീതിയും അന്യായവും മ്ലേച്ഛതകളും പാപവും ലൈംഗിക പാപങ്ങളും സകല അശുദ്ധിയും സകല കപടതയും അതെല്ലാ നിലവാരങ്ങളിലും യേശു കൊണ്ടുവരികയാണ്. പാപത്തിന്റെ മേൽ ആധിപത്യം, സകല പൈശാചിക പദ്ധതികളുടെ മേലും അവസ്ഥകളുടെ മേലും ആധിപത്യം. ഹല്ലേലൂയ.